ശബ്ദത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ലല്ലോ. അതായത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ ഞാനിങ്ങനെ കേട്ട് നോക്കാറുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത്, കുഞ്ഞിനെ ഉറക്കി കിടത്തിയ ശേഷം ആണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫാന് ഞാൻ ഇത്തിരി കുറച്ചൊക്കെ ഇട്ട ശേഷം ഫാനിൻ്റെയൊക്കെ ശബ്ദമാണ് ഇടയ്ക്ക് ഡിസ്റ്റർബായി വരുന്നത് എല്ലാവർക്കും കേട്ടോ, സോറി. അപ്പം കുഞ്ഞിനെ ഉറക്കി കിടത്തിയ ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഒത്തിരി ഉറക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡിസ്റ്റർബാവും. അതുകൊണ്ട് ഞാൻ ആ ഒരു സൗണ്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതാണ് ചില സമയത്ത് ശബ്ദമില്ല, ചില സമയത്ത് ഈ ഫാനിൻ്റെ ശബ്ദം അതുകൊണ്ടൊക്കെയാണ് ഒരു ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകുന്നത്. സോറി, നമുക്ക് വേറെ നിവൃത്തിയില്ല ഇപ്പോൾ തൽക്കാലം, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ശബ്ദം ഞാൻ പൊതുവെ കരുതിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒത്തിരി കുട്ടികളുള്ള ക്ലാസ്സൊക്കെ എടുത്തതായതുകൊണ്ട് ഉച്ചത്തിൽ സംസാരിച്ച് എൻ്റെ ശബ്ദം തന്നെ ഒരുമാതിരിയായി പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് രണ്ട് രീതിയിൽ നമ്മൾ സംസാരിക്കുമല്ലോ. അതായത് ഒന്ന് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ പതുക്കെ ഓർത്തോർത്ത് അങ്ങനെ സംസാരിക്കും. അപ്പം കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ചിലപ്പോഴെന്താണ്, ഞാനതങ്ങ് വിട്ടുപോയിട്ട് നമ്മൾ പരസ്പരം എൻ്റെ അടുത്ത് ഒരാളിരുന്ന് നിൽക്കുമ്പോൾ ഞാൻ അയാളോട് കഥ പറയുന്ന രീതിയിൽ സംസാരിച്ചു പോകുമല്ലോ, സാധാരണ നമ്മൾ വർത്തമാനം പറയുന്ന പോലെ. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് വേറൊരു രീതിയിലേക്ക് എൻ്റെ വോയിസ് മാറുന്നത്. മാത്രമല്ല, അത് ചിലപ്പം വ്യക്തമാവാത്ത രീതിയിലൊക്കെ പോകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ വോയിസൊക്കെ കേട്ടിട്ട്. അപ്പം അത് ഞാനിനി ശ്രദ്ധിക്കാം. പിന്നെ ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ശബ്ദങ്ങളാണ് കേൾക്കുന്നത് അല്ലേ. നമുക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ള ശബ്ദം അതെന്തിൻ്റെതാണ്, അല്ലെങ്കിൽ ഏത് ശബ്ദമാണ് നമുക്ക് കൂടുതൽ കേൾക്കാൻ ഇഷ്ടം? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നിമിഷം ഒന്ന് ആലോചിച്ച്. ഇപ്പം ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടം എന്തിന് ശബ്ദം ആണ് എന്ന് ചോദിച്ചാൽ, കുഞ്ഞ് സംസാരിക്കുന്ന ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുയിൽ, അണ്ണാൻ, പിന്നെ ചില കിളികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ശബ്ദം ഇഷ്ടമാണ് അല്ലേ. അപ്പം എല്ലാവർക്കും ഒരുപക്ഷെ ഈ ശബ്ദങ്ങളൊക്കെ ആയിരിക്കും ഇഷ്ടം. നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ശബ്ദം എന്തൊക്കെയായിരിക്കാം? കാക്ക കരയുന്നതൊക്കെ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കേൾക്കില്ലേ. പിന്നെന്താണ്, ആനയുടെ ശബ്ദം നമ്മൾ പൊതുവെ അങ്ങനെ കേൾക്കാറില്ല അല്ലേ. പശു, ആട്, ഇതിൻ്റെയൊക്കെ ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട്. പിന്നൊരു ശബ്ദമുണ്ട്, ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശബ്ദമുണ്ട്. അത് ആ ഒരു ജീവിക്ക് മാത്രമാണ് ആ ശബ്ദമുള്ളത്. അത് പഴയ കാലം തൊട്ടേ ഫേമസ് ആണ് ആ ശബ്ദം. ഏതാണെന്നറിയാമോ? വേറെ ഒന്നുമല്ല, വെളുപ്പിനെ നമ്മളെ ഉണർത്തുക, എല്ലാവരെയും ഉണർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരാൾ ഇങ്ങനെ കൂവി വിളിക്കും. ആരാണ്? പൂവൻ കോഴി അല്ലേ. പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ്. വെളുപ്പിനെ ആവുമ്പോൾ, നല്ല വെളുപ്പിനെ ആവുമ്പോൾ ഇയാളിങ്ങനെ കൂവും. അത് നല്ല രസമല്ലേ കേൾക്കാൻ. അപ്പം ചോദിക്കും, അത് പല സമയത്തും ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷേ ഈ വെളുപ്പിനെ ഈ പൂവൻകോഴിയുടെ കൂവൽ കേട്ട് ഉണരുക എന്ന് പറയുന്ന ഒരു പ്രത്യേക രസമല്ലേ. ഇപ്പോൾ പക്ഷേ ഇല്ല അങ്ങനെയൊന്നും അല്ലേ. ഇപ്പം പൂവൻകോഴിയും കാണില്ല, സാധാ കോഴിയൊക്കെ കാണാൻ തന്നെ പ്രയാസമാണ്. ഞാനിവിടെ കുഞ്ഞിനെ തന്നെ ഈ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാൻ. എൻ്റെ നാട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ പറയും, മോനെ ഇതാണ് കോഴി എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്, കോഴിയും താറാവിനെയൊക്കെ. ഇവിടെ ഈ ഏരിയയിലൊന്നും ഞാൻ അങ്ങനെ കോഴിയും താറാവിനെയും കണ്ടിട്ടില്ല. അപ്പം അത് ഇപ്പോൾ പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഒരു കോഴിയോ 2-3 താറാവോ ഒക്കെ ഉണ്ടായിരുന്നില്ലേ. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പം എല്ലാവരും കടയിൽ നിന്ന് വാങ്ങി മുട്ട ഉപയോഗിക്കുന്നത് കൊണ്ട് ആരും അങ്ങനെ വീടുകളിൽ വളർത്തുന്നില്ല. പിന്നെന്താ, കൂടുതലും പേര് കുറച്ച് സ്ഥലത്ത്
ഉള്ള താമസമാണ്. കോഴിയെയോ താറാവിനെയോ ഒന്നും വളർത്താനുള്ള സാഹചര്യം ഇല്ല. അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി എന്താണ് ഓരോന്നും നട്ട് വെച്ചിരിക്കുന്നത് അതെല്ലാം ചീത്തയാക്കുന്നു, മാന്തി വൃത്തികേടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വഴക്ക്. അതൊക്കെ കൂടുതലും പേടിച്ചിട്ട് ആരും ഇതിനെയൊന്നും കൂടുതലും വളർത്താൻ ശ്രമിക്കുന്നില്ലല്ലേ. പക്ഷേ ഇപ്പം എല്ലാ വീട്ടിലും വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ആളുണ്ട്. ആരാ? പട്ടി. ഇല്ലേ? പല എന്താണ് രീതിയിലുള്ള, പല സ്വഭാവത്തിലുള്ള, രൂപത്തിലുള്ള, ഇല്ല പല പേരുകളിൽ അറിയപ്പെടുന്ന ഇഷ്ടം പോലെ പട്ടികളുണ്ട് ഇപ്പോൾ. അതിൻ്റെ കൂടാതെ നമ്മുടെ നാട്ടിലുള്ള സാധാ പട്ടികളുമുണ്ട്. ഇപ്പം അവരുടെയൊക്കെ കാലമാണ്. മനുഷ്യരെക്കാട്ടിലും പ്രാധാന്യത്തോടു കൂടിയാണ് ഈ പട്ടികളെയൊക്കെ എല്ലാവരും വളർത്തുന്നത്, അല്ലേ. അവർക്ക് എന്തെല്ലാം രീതികളാണ്. നമ്മൾ കഴിച്ചില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഫുഡാണ്. അവർ താമസിക്കാൻ അവർക്കുണ്ടാക്കുന്ന കൂട് തന്നെ ആണെങ്കിലും ഭയങ്കര റിച്ചായിട്ടുള്ളതാണല്ലേ. അതാണ് കാലം മാറിയത്. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഒന്ന് കോഴി കൂവുന്നത് കേട്ടാൽ എന്ത് രസമായിരിക്കും. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെയുള്ളതൊന്നും കേൾക്കാനുള്ള ചാൻസേ ഇല്ല. സത്യമല്ലേ? നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ ഒന്ന് കോഴി കൂവുന്നത് വെളുപ്പിനെ ഒന്ന് കേട്ടിട്ട് ഒന്ന് എണീക്കണമെന്നോ അല്ലെങ്കിൽ ഒന്ന് കേൾക്കണമെന്നോ ഒക്കെ. എന്തും ആയിക്കോട്ടെ, ഓരോരുത്തരുടെ ഇഷ്ടം ഓരോരോ രീതിയിലാണല്ലോ. അപ്പോൾ ഇനി പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കാണാനില്ല, കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാനത് നോക്കിയിട്ട് എനിക്ക് അറിയാൻ പറ്റും എത്ര പേര് ഇത് കാണുന്നുണ്ട് എന്നുള്ളത്. സ്ഥിരമായി കാണുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ആരും സബ്സ്ക്രൈബ് എന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നില്ല. അതെന്താണ് അങ്ങനെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ ഓർക്കുകയും ചെയ്തു, ഇത്രയും ആളുകൾ കാണുന്നു, ഇതിൻ്റെ പകുതി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ ഞാൻ രക്ഷപ്പെട്ടില്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് നാളെ ഈ പറയുന്ന വ്യക്തികൾ ആരെങ്കിലും ഒരു ചാനൽ തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞാൽ മാക്സിമം ഞാനും സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വേണമല്ലോ. ഇതൊക്കെ ഒരു ഛേദമില്ലാത്ത ഉപകാരങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. പിന്നെ ചിലരുടെ ഒരു മനസ്സിൻ്റെ ഇതാണ്. എന്തോ ആയിക്കൊള്ളട്ടെ, സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. അനുഗ്രഹത്തോടു കൂടി ഇരിക്കട്ടെ. ഓക്കെ.